അരക്കിലോ നമുക്ക് 150 രൂപ. നമ്മള് കാര്യം സഹായിച്ചു. ഇങ്ങോട്ട് കയറും. നമ്മള് കണ്ടിട്ടൊന്നും കയറില്ലേ? അത് പൊങ്ങുന്നതനുസരിച്ച് വെള്ളം ഇങ്ങോട്ട് കയറും. ഇഷ്ടംപോലെ വെള്ളമാണ്. ഇഞ്ഞോരെ വെള്ളം കാണും. ഇതാ ഈ പയറെല്ലാം മുങ്ങി കിടക്കാറ്. തോട്ടപ്പയറെല്ലാം മുങ്ങി കിടക്കാറ്. കൊല്ലം ആയൂർ പെരുങ്ങള്ളൂരിൽ നിന്നുള്ള കാഴ്ചയാണിത്. പ്രദേശത്തുണ്ടായ ശക്തമായ മഴയിൽ കൃഷിയിടമാകെ വെള്ളം നിറഞ്ഞു. സമീപത്തെ ആറ്റിൽ നിന്നും മീനുകൾ എത്തിയതോടെ കർഷകരായ സുധീന്ദ്രൻ, അബു, അജി എന്നിവർ ചേർന്ന് മീൻപിടുത്തം തുടങ്ങി. കഴുത്തൊപ്പം വെള്ളത്തിൽ വലവിരിച്ച് ശുദ്ധമത്സ്യങ്ങളെ പിടിക്കുന്നത് കാണാനും ആളുകൾ എത്തിത്തുടങ്ങി. രാവിലെ തുടങ്ങിയ അധ്വാനം വൈകുന്നതുവരെയും നീണ്ടു. ഒടുവിൽ ആവശ്യക്കാർക്കും നൽകി കുറുവ മീനുകൾ. ഇല്ല, തോനെയൊന്നും കിട്ടിയില്ല. കുറച്ച് കിട്ടി. അതിനെ പിടിച്ച് കൊടുത്ത് രാവിലെ പണിയില്ലാത്തോണ്ട് വരുമ്പോ പണിയില്ലാത്ത വരുമ്പോ വണ്ടിക്കാർ കയറുന്നത് അവർക്ക് കൊടുക്കും. കൊടുത്തിട്ട് ഉള്ള പൈസ ഇഞ്ഞ് വാങ്ങിക്കും. അല്ല, നമ്മൾ തോനെയൊന്നും ചോദിക്കത്തില്ല. നമ്മളെ 10 100 രൂപയ്ക്കൊക്കെ കൊടുക്കും. അല്ലാതെ തോനെ പൈസക്കൊന്നും അല്ല. അവിടെ ഒത്തിരി കുഴിയുണ്ടായിരുന്നു. അങ്ങോട്ട് പണക്കല്ല. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നനയ്ക്കാത്ത വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം അനുസരിച്ച് നമ്മൾ കുഴിയില്ലാത്ത ഭാഗം നോക്കി പോവും. വലയും കൊണ്ട് പോകും. ഉടക്കുവല നമ്മുടെ ഉണ്ട്. ദാണ്ട ഈ മൂലം തുടങ്ങിയത്. ദാണ്ട അതാ ഒരു കുറ്റിയിരിക്കുന്നില്ലേ? ആ കുറ്റിയിൽ കെട്ടിയേക്കോ, അങ്ങ് കൊണ്ടിട്ടേക്കോ, അവിടെ പോയേക്കോ. അല്ല, വന്ന് കുരുങ്ങുമ്പോ അതിനകത്ത് മേളിൽ പൊങ്ങുണ്ട്. പൊങ്ങ് കിടന്ന് താഴും. കുരുങ്ങി കഴിഞ്ഞാൽ പോകത്തില്ല. നമ്മള് ഈ പൊങ്ങ് അനങ്ങും. അത് കുരുങ്ങിയാൽ ഈ മീൻ പോകത്തില്ല. അതാണ് വലയുടെ പ്രത്യേകത. അവിടെ വലയിട്ടിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്ത് വരുന്ന മീനിന്റെ പേരുകളൊക്കെ ഒന്ന് പറയണേ. മീനിന്റെ പേരാ നമുക്ക് ഇതിനകത്ത് കിട്ടും. കുഴവയുണ്ട്, നെടുമീനുണ്ട്, ചേറുമീൻ കിട്ടും, ബ്രാല് കിട്ടും. ഇന്ന് കിട്ടിയത് കുറുമി. ഇന്ന് കാശ് മേടിച്ചോ? ഉടനെ ഇപ്പൊ 1.5 കിലോ ഇപ്പൊ കാറുകാരൻ വന്ന് വിളിച്ചോണ്ട് കുറവാ. നമ്മള് ലേറ്റ് വന്നപ്പോ ലേറ്റ് ആയി പോയി. അജി, സുധീന്ദ്രൻ. അപ്പൊ മുങ്ങുന്ന ചേട്ടനോ? മുങ്ങുന്ന ചേട്ടൻ ഇവിടെ എത്ര അടി താഴ്ച ഉണ്ട് വെള്ളം കയറിയപ്പോ? ഇവിടെ വെള്ളം കയറിയപ്പോ 1.5 ആൾ വെള്ളം. 2 ആൾ പൊക്കം പോയാ മീനുണ്ട്. പക്ഷേ ലാറ്റിന് കയറിയിട്ടുണ്ട്. അങ്ങനെ പറയൂടെ നിൽക്കുന്ന മീനിടാമോ? അങ്ങനെ പറ്റും. സഞ്ചിരൊന്നും ഇടാക്കൂല. അത്രയും വെള്ളത്തിൽ നിന്ന് സഞ്ചിരൊന്നും ഇടാക്കൂല. മീൻ അവിടെ തട്ടിയിടാ. അതെ. ഓ, ഇപ്പൊ മീൻ കിട്ടിയില്ലേ? അതിന്റെ പേര് കുറുവ. മരിച്ചിനി മേടിച്ച് കഴിയുന്നു. നമ്മൾ ഈ ഉണക്ക സമയത്ത് മീൻ പിടിക്കോ? അന്നേരം കൂടുതൽ മീൻ കിട്ടുമോ? അല്ല, ഇതേപോലെ ഉള്ളൂ. നമ്മളെ ചിലവ് അടക്കും. നമ്മൾ ആഹാരത്തിനുള്ള അതേ ഉള്ളൂ. അല്ലെ വേറെ ഒന്നുമില്ല നമുക്ക്.